പഠിക്കാൻ വേണ്ടി ശരിക്കും നല്ല ചെലവാണ് ഇവിടെ. അവർ 5 വർഷം ഇവിടെ തള്ളി നീക്കി, അവർക്ക് PR കിട്ടിയിട്ടില്ല. കുറച്ച് നെഗറ്റിവിറ്റി ആണെങ്കിലും ഇത് കേട്ട് ആരെയും ഡൗൺ ആകുമൊന്നും വേണ്ട. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പ്രിജി. ഞങ്ങൾ കാനഡയിലെ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രോവിൻസിലാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് മന്ത് ഒരു 4 മലയാളി സ്റ്റുഡൻസിനെ വളരെ യാദർശികമായിട്ട് പരിചയപ്പെട്ട്. അപ്പം നമ്മുടെ സിറ്റിയിൽ അധികം മലയാളികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ മലയാളീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു ചേട്ടാ ചേച്ചി അല്ലെങ്കിൽ നിങ്ങൾ മലയാളികളല്ലേ എന്ന് ചോദിക്കും, ചേച്ചി മലയാളി അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ ഒരു 2-3 വട്ടം കണ്ടു കഴിയുമ്പം ഒരു സൗഹൃദം. അപ്പൊ അവരുടെ ഒരു കാനഡ സ്റ്റോറി കേൾക്കാനിടയായി. കുറച്ച് നെഗറ്റിവിറ്റി ആണെങ്കിലും അത് ഒരു റിയാലിറ്റി ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിച്ചു, അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിന് ശരിക്കും പഠിക്കാൻ നല്ല ചെലവാണ് ഇവിടെ. കുറച്ച് നെഗറ്റിവിറ്റി ആണെങ്കിലും റിയാലിറ്റി എന്നും റിയാലിറ്റി ആണല്ലോ. അപ്പോൾ ആ കേട്ട സത്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നത് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു PR ഒപ്പിച്ച് കാനഡയിൽ സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പിന്നെ പാർട്ട് ടൈമിൽ ഒത്തിരി ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള പല ജോലികളും ചെയ്യേണ്ടതായിട്ട് വരും ഈ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ വരുമ്പോൾ. പിന്നെ പാർട്ട് ടൈം ജോലി കിട്ടാൻ അത്ര ഈസിയുമല്ല, അതും ഒരു വലിയ സ്ട്രഗിൾ തന്നെയാണ്. അപ്പം നമ്മൾ പരിചയപ്പെട്ട 4 പേരും കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചും ജോലി ചെയ്തും അവർ 5 വർഷം ഇവിടെ തള്ളി നീക്കി. പഠിക്കാൻ വേണ്ടി ശരിക്കും നല്ല ചെലവാണ് ഇവിടെ. പക്ഷെങ്കിൽ അറ്റ് ദി എൻഡ് അവർക്ക് PR കിട്ടിയിട്ടില്ല. അപ്പൊ സാഡ്ലി അവർ നെക്സ്റ്റ് മന്ത് കാനഡയോട് വിട പറഞ്ഞ് ഇന്ത്യക്ക് തിരിച്ചു പോവാണ്. ഇത് കേട്ട് ആരെയും ഡൗൺ ആകുമൊന്നും വേണ്ട. ഇനി അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതാണ് സത്യം. ആക്ച്വലി അവരിൽ 3 പേരും നല്ല ഡിപ്രസ്ഡ് ആണ്. കാര്യം ഭയങ്കര പ്രതീക്ഷയോടായിരിക്കുമല്ലോ നമ്മൾ ഈ സ്ട്രഗിൾസിൽ കൂടെ എല്ലാം പോകുന്നതും. ഈ 5 വർഷം വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഇവിടെ ഒറ്റയ്ക്ക് തള്ളി നീക്കുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ. ഒരാൾ ഇച്ചിരി ഹാപ്പിയാണ് PR കിട്ടാത്തതിലും ഇവിടുന്ന് പോകാൻ പറ്റുന്നതിലും ഒക്കെ. കാര്യം പുള്ളിയെ അവിടുന്ന് പേരൻസ് തള്ളിപ്പറഞ്ഞ് ഉന്തി തള്ളി വിട്ടതാണ് ഇങ്ങോട്ട്. മോൻ കാനഡക്കാരനാകാൻ വേണ്ടി അവർ കുറെ പൈസയും ചെലവാക്കി. കുറച്ച് റിച്ച് പേരൻസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി അങ്ങ് പോകും. പക്ഷെ ഇവിടുത്തെ ഭീമമായ ചെലവ് താങ്ങാൻ പറ്റാത്തവരായിരിക്കും മെജോറിറ്റിയും പേരൻസ്. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും പിള്ളേർക്കും പേരൻസിനും. പിന്നെ വേറൊരു സത്യം, പലരും എടുക്കുന്ന കോഴ്സ് ഇന്ത്യയിൽ വലിയ സ്കോപ്പ് ഉള്ളതായിരിക്കത്തില്ല. അപ്പൊ ഇങ്ങോട്ട് ഈസി ആയിട്ട് പഠിക്കാൻ വരാൻ പെട്ടെന്ന് ഏത് കോഴ്സിനാണോ അവൈലബിലിറ്റി അതൊക്കെ അനുസരിച്ച് അവർ ആ സമയത്തങ്ങ് ധൃതി പിടിച്ചെടുക്കുന്ന കോഴ്സാ. അല്ലെങ്കിൽ ചെല്ലുന്ന ഏജൻസികൾ അവരെ ഫോഴ്സ് ചെയ്ത് കൊള്ളാം, എടുത്തോ, പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും എന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ ഏതോ കോഴ്സ് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു വിധത്തിൽ ഫോഴ്സ്ഫുള്ളി എടുക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോഴ്സിന് ഒത്തിരി ഡിസഡ്വാൻറ്റേജസും കാണും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് നമ്മൾ PR കിട്ടാതെ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരുമ്പോഴാണ്. പിന്നെ നമ്മൾ നാട്ടിൽ ചെന്ന് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയേ. ഞാൻ ആരെയും നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷെങ്കിൽ കേട്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ചില റിയാലിറ്റികൾ ഇപ്പോഴും അങ്ങനെ ആണല്ലോ, കുറച്ച് സാഡ് ആയിരിക്കും. സോ സ്റ്റുഡൻസും പേരൻസും എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇങ്ങോട്ട് പാക്ക് ചെയ്ത് വരുമ്പോൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ, പിന്നെ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ, ഫീസ് സ്ട്രക്ചർ എല്ലാത്തിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പം പോസിറ്റീവ് തിങ്കിങ്, പിന്നെ ഹാർഡ് വർക്ക്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രയർ. അപ്പം എല്ലാം വേണം നമുക്ക് സക്സസ്ഫുൾ ആവാൻ. ഒത്തിരി ആൾക്കാർ ഡെസ്പറേറ്റ് ആണ് എങ്ങോട്ടെങ്കിലുമൊക്കെ ഇമിഗ്രേഷൻ നടത്താൻ വേണ്ടി. ആക്ച്വലി ഒരു ന്യൂസ് വന്നായിരുന്നു, ഒരു പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എന്ന്, അതായത് പാകിസ്ഥാൻ ടു കാനഡ, ഓൾമോസ്റ്റ് 14 ക്രൂ മെമ്പേഴ്സ് ആണ് കാനഡയിൽ വന്നു കഴിഞ്ഞ് മിസ്സിംഗ് ആയേക്കുന്നത്. അതായത് അവരിപ്പോൾ മിസ്സിംഗ് ആയിട്ടിരിക്കുവാണ്. തിരിച്ച് അവർ പാകിസ്ഥാനിൽ പോയിട്ടില്ല, എവിടെയോ കാനഡയിലുണ്ട് അനധികൃതമായിട്ട്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഒടുവിൽ താമസിച്ചും ഒക്കെ എങ്ങനെയൊക്കെയോ ഇവിടെ പിടിച്ചു പറ്റാം എന്നായിരിക്കാം അവരുടെ ധാരണ. അറിയത്തില്ല എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വഴിയാണെന്ന്. അപ്പൊ ഒത്തിരി പേരുണ്ട് കള്ളത്തരങ്ങളൊക്കെ ഒത്തിരി കാണിക്കുന്നവർ. എത്രയോ പേര് പിടിക്കപ്പെട്ടിരിക്കും. അപ്പൊ നമ്മളൊന്നും അങ്ങനെ ഡെസ്പറേറ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് മാക്സിമം ചെയ്യുക, ബാക്കിയെല്ലാം ദൈവം തീരുമാനിക്കുന്ന പോലെ. പിന്നെ വേറൊരു ഇഷ്യൂ സ്റ്റുഡൻസ് എല്ലാം ഫേസ് ചെയ്യുന്നത്, ഈ പഠിക്കുന്ന കോളേജിനടുത്ത് തന്നെ താമസിക്കാനുള്ള ഒരു നല്ല വീട് കിട്ടുക എന്നുള്ളതാണ്. മോസ്റ്റ്ലി അടുത്ത് തന്നെ ഹൗസിന് അവൈലബിലിറ്റി കാണത്തില്ല, അല്ലെങ്കിൽ റെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും. പിന്നെ ഇവർക്ക് പാർട്ട് ടൈം ജോബ് കാണും, പോയി വരാനുള്ള സൗകര്യം വേണം. അപ്പൊ സ്റ്റാറ്റ് കാനഡയുടെ റിപ്പോർട്ട് അനുസരിച്ച് ബ്രാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അൺസ്യൂട്ടബിൾ അക്കോമഡേഷനിൽ ഓവർ ക്രൗഡഡ് ആയിട്ട് കഴിയുവാണ്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ പിള്ളേരെ നോക്കി പല പ്രോപ്പർട്ടികളും ഇല്ലീഗലായിട്ട് റെന്റിങ് നടത്തുക. അതായത് 3 പേർക്ക് താമസിക്കാവുന്ന സ്ഥലത്തൊക്കെ 9 പേരായിരിക്കും കുത്തിത്തിരികെ താമസിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനോ പഠിക്കാനോ ഒന്നുമുള്ള ചുറ്റുപാടായിരിക്കത്തില്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. വരുന്ന എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ ഫേസ് ചെയ്യണമെന്നില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ്, പിന്നെ ഏരിയ, ഇതൊക്കെ വെച്ചായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എല്ലാവരും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഒന്നുമില്ല.
അപ്പം നമ്മൾ മറ്റൊരു കൺട്രിയിലോട്ട് വരുമ്പോൾ നമ്മൾ വളർന്ന ചുറ്റുപാടോ ഒന്നും ആയിരിക്കത്തില്ല ഇവിടെ വന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് അത് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മറ്റ് പല സ്റ്റുഡൻസിനും ചിലപ്പോൾ നല്ല സ്ട്രെസ് ആയിരിക്കും, അവർക്കതൊരു സ്ട്രഗിളിൽ കൂടെ ആയിരിക്കും കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പം പേരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ചലഞ്ചസും ഡിഫിക്കൽട്ടീസും ഒക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക, റെഡി ആയിരിക്കുക. അപ്പോൾ ലൈഫ് ആകുമ്പം നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി കുറച്ചൊക്കെ ഡിഫിക്കൽട്ടീസും കഷ്ടപ്പാടൊക്കെ കാണും. അതെല്ലാം അങ്ങ് പെട്ടെന്ന് മാറും, നമ്മളതൊക്കെ ഫേസ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ.